പിന്നെ നമ്മൾ ബാക്ക് യാർഡിലേക്ക് വന്നു. ഫ്രണ്ട് യാർഡ് നമ്മൾ ഓൾമോസ്റ്റ് ഗാർഡൻ ബെഡൊക്കെ പ്രിപ്പയർ ചെയ്തു. കുറച്ച് ഫ്ലവേഴ്സൊക്കെ പ്ലാന്റ് ചെയ്തു. റോസ് ബെഡിനൊക്കെ ഫെർട്ടിലൈസറൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഡ്രിപ്പ് സിസ്റ്റം വാട്ടറിൻ്റെ അത് നമ്മൾ സെറ്റ് ചെയ്തെല്ലാം ഓൾമോസ്റ്റ് ഓക്കെ ആയി. ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് യാർഡിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ ഈ ഇത് നമ്മുടെ ഞാനൊരു ബ്രിക്കിൻ്റെ ഒരു റൈസ് ബെഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നമ്മുടെ ഇൻഗ്രൗണ്ട് റൈസ് ബെഡാണ്. ഇപ്പോൾ സോയിൽ അതുണ്ട്, പക്ഷെ നമ്മളൊന്ന് സോയിൽ അമെൻഡ് ചെയ്തെടുക്കണം. ഡ്രിപ്പ് സിസ്റ്റം ഓൾറെഡി നമ്മൾ മോസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെടി നടാനാകുമ്പോഴത്തേക്കും ഒന്നും കൂടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സോയിൽ അമെൻഡ് ചെയ്യുക, ഈ ബെഡ് ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇത് നമ്മുടെ ഫ്ലവർ ബെഡായിരിക്കും. അപ്പോൾ പലതരം സീസൺ അനുസരിച്ച് ഓരോ സീസണിലും പൂക്കൾ നമ്മളിവിടെ നടും. എന്നിട്ട് കുറച്ച് ഇവിടെ വയ്ക്കും. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ പല പല സ്ഥലത്തേക്ക് നമ്മുടെ ഫ്രണ്ടിലേക്കും സൈഡിലേക്കൊക്കെ ഗാർഡനിലേക്ക് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഫ്ലവർ ബെഡാണ്. സോ ഗെറ്റ് സ്റ്റാർട്ടഡ്. ക്ലീനപ്പിൻ്റെ ഭാഗമായിട്ട് ആദ്യം ഒന്ന് അവിടുത്തെ ചവറുകളൊക്കെ ഒന്ന് മാറ്റും. ഇവിടെ മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്ന് ഇവിടെ ഈ ഏരിയയിൽ മഴ വെള്ളം വരും. നമ്മളൊരു ഹോൾ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിൽ കൂടെ വെള്ളം പൊയ്ക്ക് പോകും. സോ നമ്മൾ കുറച്ച് ചവറൊക്കെ ഒന്ന് നീക്കിയിട്ട് നട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മുറിച്ച് മുകളിലിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കളയില്ല, സേവ് ചെയ്യും. പക്ഷേ ക്ലീൻ ചെയ്യുവാണ് ബെഡുകൾ. നമ്മുടെ ഈ വാട്ടർ നമുക്ക് തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ സൗകര്യമായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഈ ഏരിയ നമ്മൾ ചവറുകളൊക്കെ ഒന്ന് കളഞ്ഞ് സെറ്റാക്കാം. കുറച്ച് വീഡ്സൊക്കെ വളർന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ അത് ഇളക്കി കളയുക. ഞാനിത് ഈ ബെഡ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഗാർഡൻ ബെഡിനെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ വുഡ് ചിപ്പ് അല്ലെങ്കിൽ മുളച്ച് ഇതിൻ്റെ മുകളിലിട്ട് കഴിഞ്ഞാൽ സോയിൽ ബാഡാവില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഇട്ടിരുന്നത്. ഇനിയിപ്പോൾ ഈ ഫോളിൽ നമുക്ക് പറ്റുന്ന ചെടികളൊക്കെ നട്ട് ഓൾമോസ്റ്റ് നമ്മുടെ ബെഡ് ക്ലീനായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സോയിലൊന്ന് അമെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനൊരു ബോർഡർ സൈഡിൽ വെച്ച് കൊടുത്തു. അപ്പോൾ വെള്ളം മേളിൽ നിന്ന് വീഴുവാണെങ്കിൽ തന്നെ നമ്മുടെ നടുന്ന നമ്മൾ പ്ലാന്റ് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് പ്രോബ്ലം വരില്ല. അതുകൊണ്ടൊരു ബ്യൂട്ടിഫുൾ ഫ്ലവർ ബെഡായി. ഇനി നമ്മൾ ഇതേപോലെ ഒന്ന് മണ്ണ് നനച്ച് കൊടുക്കും. ബിക്കോസ് നമ്മൾ മണ്ണ് ഒന്ന് സോക്ക് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പെർമെൻറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ ഇതിൻ്റെ അകത്തേക്ക് സ്പ്രെഡ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് കൊടുക്കും. നമ്മളത് നന്നായിട്ട് നനച്ച് എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ബിക്കോസ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഞാൻ നനച്ചിട്ട് കുറച്ച് വെയിറ്റ് ചെയ്ത് മണ്ണിലേക്ക് വെള്ളം ഊർന്ന് ഇറങ്ങുന്നുണ്ടോയെന്ന് നോക്കണം. കാരണം ക്ലോഗ് സോയിലാണെങ്കിൽ പിന്നെ നമ്മൾ നന്നായിട്ട് അമെൻഡ് ചെയ്ത് കൊടുത്തിട്ട്
ചെടി നടാൻ പാടുള്ളൂ. സോ ഇതിപ്പോൾ നന്നായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നന്നായിട്ട് വെള്ളം മണ്ണിലേക്ക് നന്നായിട്ട് ഊർന്നിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സോയിലിൽ എമനി ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ സോയിൽ മിക്സ്, പിന്നെ നമ്മുടെ കമ്പോസ്റ്റും കുറച്ച് പെരളായിട്ടും വോം കാസ്റ്റിങ്ങും നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ടില്ല് ചെയ്ത് മിക്സ് ചെയ്ത് ഒന്നുകൂടെ നനച്ച് നമ്മുടെ ബെഡ് റെഡിയാക്കും. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പെർലായിട്ട് ഇട്ട് കൊടുത്തല്ലോ, അപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്ത് സോഫ്റ്റാണ് നോക്കിയതിപ്പം നല്ല സോയിലാണ്. എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഒന്നും കൂടി നനച്ചിട്ടിട്ട് നമ്മളിന്ന് നിർത്തും. എന്നിട്ട് നാളെ ഒന്നും കൂടി നനച്ചിട്ട് നമ്മൾ സീഡ് നടും. ആ സൈസായിട്ട് ഇത് നമ്മുടെ ഫ്ലവർ ബെഡാണ്. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ സീഡാണ് നടാൻ പോകുന്നത്. ഫ്രണ്ടിൽ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നട്ടല്ലോ, അപ്പം ഇവിടെ നമുക്ക് സീഡ് നട്ട് നമ്മുടെ ഫോളിൽ വരുന്ന ഫ്ലവേഴ്സിൻ്റെ സീഡ് നട്ടിട്ട് നമുക്ക് നോക്കാം ഹൗ ഇറ്റ്സ് ഗോയിങ് ടു ഗോ. സോ ഉണ്ടായിരുന്നു ഇത് സോഫ്റ്റാണ്. ഓക്കെ, സോ സോഫ്റ്റ് ആൻഡ് മഷി. എല്ലാം കൂടെ നന്നായിട്ട് സോയിലും ഓർഗാനിക് സോയിലാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. ഓർഗാനിക് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, ബട്ട് നമ്മൾ ആദ്യം ചെയ്ത് തുടങ്ങുമ്പോൾ ഏറ്റവും ബെസ്റ്റ് വെച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് സക്സസ്ഫുൾ ആണോ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെ പതുക്കെ നമ്മുടെ രീതിയിൽ ചെയ്യാം. ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ സക്സസ്ഫുൾ ആയില്ലെങ്കിൽ നമുക്ക് സങ്കടമാവില്ല. സോ ഗാർഡനിങ് ഈസ് ഓൾ അബൌട്ട് പേഷ്യൻസ്. വേറെ കാര്യം. സോ ഇറ്റ്സ് വെരി വെരി സോഫ്റ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെ കുറേ ഹുക്സ് എടുത്തു. ഇങ്ങനത്തെ ഹുക്ക് എൻ്റെ കയ്യിൽ കുറച്ച് ഇങ്ങനത്തെ ഗാർഡൻ ആണികളുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തു. എന്നിട്ട് ഇങ്ങനെ ഇവിടെയും കിട്ടിയിട്ട് ഇങ്ങനെ നൂല് ടൈ ചെയ്തു. സോ ദാറ്റ് വി ഗെറ്റ് ഇങ്ങനെ ഓരോ ബോക്സുകളായി കഴിഞ്ഞാൽ പിന്നെ ഈ ബോക്സിനകത്ത് നമുക്ക് ഡ്രെയിനിങ് സിസ്റ്റം സെറ്റും ചെയ്യാം, സീഡുകൾ ഇടുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടം വരെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതേപോലെ ഇങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ നൂല് എടുത്തു. ഇതിൻ്റെ ഇടയിൽ കൂടി കൊണ്ടുവന്നിട്ട് ഇതിലിങ്ങനെ ടൈ ചെയ്യും. സോ സിമ്പിൾ ബട്ട് ഇറ്റ് ബിക്കംസ് സോ ബ്യൂട്ടിഫുൾ. ഉണ്ടോ, ആ സ്ക്വയറുകളാക്കി. ഞാനപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇനി കാണിക്കാം. ഇപ്പം ഇങ്ങനെ നമ്മൾ സ്ക്വയേഴ്സ് ഉണ്ടാക്കി. ഇറ്റ്സ് ലുക്ക് സോ ബ്യൂട്ടിഫുൾ. നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഭംഗിയായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. സോ ഇഫ് യു ഹാവ് ടൈം, ഇഫ് യു ഹാവ് എ പാഷൻ ഫോർ ഗാർഡനിങ്, ആണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ മൈൻഡ് നല്ല ബാലൻസ്ഡായിട്ട് വെക്കുവാനും നമ്മുടെ റിയൽ ജോബിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും നമുക്ക് പറ്റും. നമുക്കിവിടെ 27 സ്ക്വയേഴ്സ്, 3 റോസ്, 9 കോളംസ്. So we got 27 squares.
ഇനി അടുത്തത് നമുക്ക് ഇതിന് ഡ്രെയിനേജ് സിസ്റ്റം കറക്റ്റായിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് നനച്ചിട്ടേക്കുവാണ്. നാളെ നമുക്ക് വന്ന് ഇതിൽ പൂക്കളുടെ വിത്തൊക്കെ ഇടാം. ഓക്കെ, ഇപ്പോൾ ഡ്രിപ്പ് സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ മണ്ണൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിടക്കുകയാണ്. നാളെ നമുക്ക് സീഡൊക്കെ നടാം. അപ്പോൾ ടുഡേയ്സ് പ്രൊജക്റ്റ് ഇതായിരുന്നു. സോ see you in the next video.